ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗണ്ടബിലിറ്റി ഓഫ് സെറ്റ്സ് ആണ്. അപ്പൊ അതിൽ ആദ്യം ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ് ഡെഫിനിഷൻസ് നോക്കാം. ഞാൻ അതേ പറഞ്ഞു, അനാലിസിസിന്റെ കേസിൽ ഡെഫിനിഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. Set S is said to have n elements, where n is a natural number. So exactly n elements ഉണ്ടാവുമെന്ന് പറയും if there is a bijection from the set, and notation നോക്കൂ, n എന്നാണ് notation കൊടുത്തിരിക്കുന്നത്, 1 2 3 etc. n on to s. അപ്പോൾ ഒരു സെറ്റില് 10 elements ഉണ്ടാവും if there is a bijection from the set 1 2 3 etc. 10 to the set S. ഈ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് n10 എന്നാണ്. സോ n10 എന്ന് പറഞ്ഞ നൊട്ടേഷൻ ഇസ് ഫോർ ദ സെറ്റ് 1 2 3 etc. 10. ഇവിടെ നമ്മുടെ ഒരു 1 1 on 2 1 1 കറസ്പോണ്ടൻസ് നമ്മൾ പറയും. സോ 1 1 on 2 മാപ്പ് എവിടെ അങ്ങോട്ട് ഉണ്ടാവണം ഫ്രം ദ സെറ്റ് n to s ലേക്ക് ഉണ്ടെങ്കിൽ s contains exactly 10 elements. അപ്പോൾ n എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് 1 2 3 etc. n എന്ന് s ലോട്ട് ഒരു ബൈജക്ഷൻ ഉണ്ടെങ്കിൽ it contains exactly n elements. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇതിലെ എലമെന്റ്സിന് ബൈജക്ഷൻ ഉണ്ടാവുക പറഞ്ഞാൽ 1 ഒരു ഇമേജ് ഉണ്ടാവണം, ഒരേ ഒരു ഇമേജ് അത് ഇവിടെ ഉണ്ടാവണം. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ പേര് വിളിക്കാം f(1). ഇതേപോലെ 2 ഇമേജ് ഉണ്ടാവണം, 3 ഇമേജ് ഉണ്ടാവണം. ഇതൊക്കെയും വ്യത്യസ്ത ഇമേജുകൾ ആവുകയും വേണം. അപ്പൊ അതിന്റെ അർത്ഥം ഇതിന്റെ അകത്തുള്ള ഇമേജുകൾ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിലും പറയാം, f(1), f(2), f(3) etc. f(10) എന്നുള്ള രീതിയിൽ പറയാം if it contains exactly 10 elements. Now an empty set നമുക്ക് അറിയാൻ ഒരു എലമെന്റും ഇല്ല, സോ അതുകൊണ്ട് തന്നെ നമ്മൾ 0 എലമെന്റ് എന്ന് പറയും. ഇനി എക്സാക്ട്ലി 1 എലമെന്റ് ആണ് ഇതിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കാറുണ്ട്. A set is said to be finite. അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് തിങ് is finite set. A set is said to be finite if it is either empty or it has exactly n elements. അപ്പോൾ n elements ഉള്ള സെറ്റിനെയും empty സെറ്റിനെയും നമ്മൾ finite set എന്നാണ് വിളിക്കുക. finite സെറ്റിന് എക്സാമ്പിൾസ് നമുക്ക് കുറെ അറിയാം, പക്ഷെ എന്തായാലും ഇവിടുത്തെ ഡെഫിനിഷൻ ഇത്രേ ഉള്ളൂ. A set is said to be finite if it is either empty or it contains exactly n elements. And a set is infinite if it is not finite. Finite അല്ലെങ്കിൽ അത് നമ്മൾ ഏത് പേര് വിളിക്കും? ഇൻഫൈനൈറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഈ വീഡിയോയില് ആകെ ഡിസ്കഷൻ ഈ ഫൈനൈറ്റ് സെറ്റുകളെ പറ്റിയിട്ടാണ്. ഇൻഫൈനൈറ്റ് സെറ്റുകൾ തന്നെ രണ്ട് രീതിയിലുണ്ട്. കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ഉണ്ട്, അൺകൗണ്ടബിൾ സെറ്റുകൾ ഉണ്ട്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ഈ ക്ലാസ്സിൽ ഫൈനൈറ്റ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് 1-2 തിയറംസ് നോക്കാം. ഇതിലെ ആദ്യത്തെ തിയറം, അപ്പൊ ഇതിന് 2 പാർട്ട് ഉണ്ട്. അപ്പൊ ആദ്യം എ നോക്കാം. If A is a set with m elements, എപ്പോഴാണ് ഒരു സെറ്റിൽ m elements ഉണ്ടാവുക? 1 2 3 etc. m എന്ന് ആ സെറ്റിലായിട്ട് ഒരു ബൈജക്ഷൻ ഉണ്ടാവും. A എന്ന് പറയുന്ന സെറ്റ് അതിൽ m elements ആണ്. So there is a bijection from the set 1 2 3 etc. m to E set. നമുക്ക് അതിന് തൽക്കാലം f എന്ന് പേര് വിളിക്കാം. And B is a set with n elements. അതേപോലെ വേറൊരു സെറ്റ് B that contains n elements. അപ്പോൾ 1 2 3 etc. n എന്ന് പറയുന്ന സെറ്റിന് ഇതിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടാവണം. നമുക്ക് അതിനെ G എന്ന പേര് വിളിക്കാം. And A intersection B is null set. ഇത് രണ്ടും കോമൺ ആയിട്ട് ആരുമില്ല. Then A union B has exactly m plus n elements. ഇതൊരു തിയറമാണ്, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു സെറ്റിൽ എപ്പോഴാണ് m plus n elements ഉണ്ടാവുക? If there exists a bijection from the set 1 2 3 etc. m plus n to the set A union. അപ്പൊ ഇവിടെ ആകെ നമ്മൾ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിതാണ് 1 2 3 etc. m plus n A union B എന്ന് പറയുന്ന സെറ്റിലോട്ട് നമ്മൾ ഒരു ബൈജക്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് ഓവർ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രൂഫ്. Since A has m elements, there is a bijection F from n, that is 1
nm, that is 1, 2, 3, etc. m to a. And since ഇതേപോലെ രണ്ടാമത്തെ കാര്യം, and since B has n elements, there is a bijection G from n, that is 1, 2, 3, etc. n on to B. F ഉണ്ട്, G. വേണമെങ്കിൽ നമുക്ക് ഇതിലെ എലമെന്റ്സിനെ f(1), f(2) ഇങ്ങനെ f(m) എന്ന് വിളിക്കാം. ആൻഡ് ഇതിലെ എലമെന്റ്സിനെ g(1), g(2), g(3), etc. g(n) എന്ന് വിളിക്കാം. നമുക്കിവിടെ വേണ്ടത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ മാത്രം മതി. ഒരു 1, 1 on to ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ മാത്രം മതി. എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യേണ്ടത്? 1, 2, 3, etc. m plus എന്ന് ഈ A യൂണിയൻ B. അതെങ്ങനെ ചെയ്യുന്നു? A function define ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. 1, 2, 3, etc. m plus n എന്ന് പറയുന്ന ഈ സെറ്റിൽ നമുക്ക് ഇതിലേക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഓരോരുത്തർക്കും എക്സാക്ട്ലി 1 ഇമേജ് വരുന്ന രീതിയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ മതി. സോ 1 ഇമേജ് ഞാൻ കൊടുക്കുന്നു A യൂണിയൻ B ലേക്കാണ്. Aയിലുള്ള f(1), അതായത് f എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 1 ഇമേജ്, 2 ഇമേജ് f(2), ഇങ്ങനെ പോയിട്ട് m ഇമേജ് f(n). ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. നൗ ഡിഫൈൻ h എന്ന പേര് വിളിക്കുകയാണ്. h ഡിഫൈൻ ചെയ്യുന്നു ഫ്രം n m plus n, അതായത് 1, 2, 3, etc. m plus n എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് A യൂണിയൻ B ലേക്ക് ബൈ h of say I is equal to, എങ്ങനെ ഡിഫൈൻ ചെയ്ത്, h(1) f(1), h(2) f(2), h(3) f(3), h(m) f(n). So that is f of I for I is equal to 1, 2, 3, etc. m. ഇനി എനിക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് m+1 ഇമേജ് ആണ്. m+1 ഇമേജ് ആയിട്ട് ഞാൻ B യിലെ ഫസ്റ്റ് എലിമെന്റ് ആയിട്ട് g(1) കൊടുക്കും. m+2 ഇമേജ് ആയിട്ട് g(2) കൊടുക്കും. ഇങ്ങനെ പോയിട്ട് m plus n ഇമേജ് ആയിട്ട് g(n) കൊടുക്കും. 1, 1 on to ഫംഗ്ഷൻ ആയി, ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. പക്ഷെ അത് ഇവിടെ എങ്ങനെ എഴുതും? ഇനി എനിക്ക് വേണ്ടത് I is equal to m+1 ആവുന്ന സമയത്ത്, I is equal to m+1 ആവുമ്പോൾ നമ്മൾ എങ്ങനെ ഇമേജ് കൊടുത്തിരുന്നത്? that is g of 1 ആണ്. I യുടെ വാല്യൂ 1 ആവുമ്പോൾ f(1), അതായത് 1 ന്റെ ഇമേജ് f(1), 2 ന്റെ ഇമേജ് f(2), m ന്റെ ഇമേജ് f(m). ഇനി വേണ്ടത് f(m+1) ആണ്. f(m+1) is g of 1, അതായത് g of 1 എന്ന് വരണം. that is I minus m. അപ്പൊ വീണ്ടും നോക്കൂ, m+2 ആകുമ്പോൾ ഏതാ ഇമേജ്? when I is m+2, ഇവിടെ നോക്കാം ഡെഫിനിഷനിൽ h of m+2 is g of m+2 minus m, that is g of 2. അപ്പൊ എന്താ m+3 യുടെ ഇമേജ്? h of m+3 is equal to g of m+3 minus m, that is g of 3. ഇങ്ങനെ പോയിട്ട് what is the image of m plus n under the function? h of m plus n is equal to g of m plus n minus m, that is g of n. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തു. I ഏതുവരെ m plus n ആവുന്ന വരെ. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ ക്ലിയർ ആണ്, this function is 1, 1 and 1, 2, that's a bijection. So hence A union B contains exactly m plus n elements. ഇത് പോസിബിൾ ആവുന്നത് ഇന്റർസെക്ഷൻ ഏതാകുമ്പോൾ മാത്രമേ ഉള്ളൂ, നൾസൺ. Clearly H is a bijection
So A union B contain m plus n elements. So H is a bijection from n m plus n to A union. A union B contains exactly m plus n elements. ഇതിലെ ഫംഗ്ഷൻ എച്ച് മനസ്സിലാക്കാൻ ഈ കാര്യം കൂടെ വേണേ ഒന്ന് ചിന്തിച്ചു പോകും. നിങ്ങൾ 2 ക്ലാസ്സിലെ കുട്ടികൾ എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ലൈനപ്പ് ചെയ്തിരിക്കാം. എ ക്ലാസ്സിലെ 20 സ്റ്റുഡൻസ് ഉണ്ട്, ബി ക്ലാസ്സിൽ അഗൈൻ 20 സ്റ്റുഡൻസ് ഉണ്ട്. റോൾ നമ്പർ അനുസരിച്ചാണ് ലൈനപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന കോർഡിനേറ്റർ ചിന്തിക്കുകയാണ്, ഒറ്റ ലൈൻ മതി എന്ന് ചിന്തിച്ചിട്ട് ബി ക്ലാസ്സിനെ എ ക്ലാസിന്റെ ബാക്കിൽ കൊണ്ടുപോയി നിർത്താം. എന്നിട്ട് ആദ്യം തൊട്ട് വീണ്ടും കൗണ്ട് ചെയ്യണം, 1 2 3 കൗണ്ട് ചെയ്യണം നമ്പേഴ്സ്. അപ്പൊ അങ്ങനെ ആ കൗണ്ടിങ്ങിൽ ടോട്ടൽ നമ്പർ എന്തായാലും 20 + 20 40 ആയിരിക്കും. പക്ഷെ അതില് ആദ്യത്തെ നമ്പറിങ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് എ ക്ലാസിന്റെ. അപ്പൊ എ ക്ലാസിന്റെ റോൾ നമ്പർ ഏതോ അത് തന്നെയായിരിക്കും അവരുടെ പുതിയ നമ്പറിങ്. അവരുടെ 20 കഴിഞ്ഞ് 21st നമ്പർ വരുന്നത് ബി ക്ലാസ്സിലെ ഫസ്റ്റ് നമ്പർ ആയിരിക്കും. ദാറ്റ് ഈസ് g of 1 എന്ന് നമ്മൾ നേരത്തെ വിളിച്ചത്. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ ഫംഗ്ഷൻ h ഡിഫൈൻ ചെയ്തത്. ഒരുപാട് നോക്കാം. If A is a set with m elements, so again A is a set with m elements. m elements ഉള്ള സെറ്റ് ആകുമ്പോൾ 1 2 3 etc. m എന്ന് ഇങ്ങോട്ട് ഒരു ബൈജക്ഷൻ ഉണ്ടാവും f. അപ്പൊ ഇതിൽ എലമെന്റ്സിനെ ഓരോന്നിനെയും നമുക്ക് f of 1, f of 2, 1 ന്റെ ഇമേജ്, 2 ന്റെ ഇമേജ്, അതേപോലെ ലാസ്റ്റ് m ന്റെ ഇമേജ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ലിസ്റ്റ് ചെയ്യാം. അതൊക്കെ പോസിബിൾ ആണ്. Now C is a subset of A with one element. C യിൽ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ, that is C. Then A minus C is a set with m minus 1 elements. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതില് m elements ആണുള്ളത്. അതിൻ്റെ അകത്ത് C എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ എങ്കിൽ A minus C യില് എത്ര എലമെന്റ്സ് ഉണ്ടാവും? m minus 1 എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഇവിടെയും ഇത് മനസ്സിലാക്കാൻ പ്രശ്നമില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. ആ ഒരൊറ്റ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ A minus C എന്ന് പറഞ്ഞ സെറ്റിലോട്ട് 1 2 3 etc. m minus 1 എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ഒരു ബൈജക്ഷൻ ഉണ്ടാവണ്ടേ? ആ ബൈജക്ഷൻ നമുക്ക് എങ്ങനെയാണ്? ഇത്രയുള്ള ഇവിടുത്തെ പ്രൂഫ്. ഓക്കെ, അപ്പൊ അത് അതേപോലെ തന്നെ നോക്കട്ടെ. സിൻസ് A has m elements, there is a bijection f എന്ന് വിളിക്കാം from nm to n എന്ന് പറഞ്ഞാൽ 1 2 3 etc. m എന്ന് പറയുന്ന സെറ്റ് നിന്ന് ഏതിലേക്കാ? A. Now നമ്മുടെ C യുടെ കാര്യം നോക്കാം. C is a subset of A with one element. If C is the set X, അതിനകത്ത് ഒറ്റ എലമെന്റേ ഉള്ളൂ, C എന്ന് പറയുന്ന സെറ്റ് X ആണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് C എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടാകത്ത് ഇതിലെ ഏത് എലമെന്റ്സ് ഒക്കെ f of 1 f of 2 ഇങ്ങനെ പോവല്ലേ. അപ്പൊ ഈ x എന്ന് പറയുന്നതും f of ഏതെങ്കിലും ഒന്ന് ആവണ്ട, കാരണം f ഒരു ബൈജക്ഷൻ ആണ്. നമുക്ക് അതിന്റെ തൽക്കാലം ഈ x എന്ന് പറഞ്ഞാൽ ശരിക്കും f of k ആയിട്ട് വിചാരിക്കാം. If C is equal to set X and since f is a bijection, there is k belongs to n such that f of k is equal to x. ഇതിങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. f of 1, f of 2, f of 3 ഇങ്ങനെ പോകുമ്പോൾ സിയിലുള്ള ആളിനെ നമുക്ക് ഒരു f of k എന്ന് വിളിക്കാം. ഓക്കെ, ഇതൊന്നും അല്ലല്ലോ നമ്മളുടെ വിഷയം. നമുക്ക് ഒരു ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യണം. എവിടെ അങ്ങോട്ടാ ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്? 1 2 3 etc. m എന്നല്ല, പകരം m - 1 എന്ന ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യണം.
ആ ബൈജക്ഷൻ എങ്ങനെയാ നോക്കാം. Now define h എവിടെ അങ്ങോട്ടാ വേണ്ടേ n m-1 to the set a minus. അപ്പൊ ഇവിടെ ശരിക്ക് ഇത് f(1), f(2), f(3) ഇത് f(k) ആണ്. നമ്മൾ ശരിക്കും സാധാരണ നേരത്തെ കേസ് പറയുമ്പോൾ 1 ന്റെ ഇമേജ് ആണ് f(1), 2 ന്റെ ഇമേജ് f(2), ഇങ്ങനെ എവിടെയോ k ഉണ്ടാവും. k യുടെ ഇമേജ് ആണ് ശരിക്കും അത് x. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഏതിലേക്കാ? a-c ലേക്കാ. അപ്പൊ ഇത് ഇല്ലാത്ത സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത് ബൈ h of I is equal to. ശരി, അപ്പൊ നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് 1, 2, 3 എക്സെട്ര m-1 a-c എന്ന് പറഞ്ഞ സെറ്റിലേക്കുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എയിലേക്കല്ല. അപ്പൊ 1 ന് ഒരു ഇമേജ് വേണം അണ്ടർ ദ ഫംഗ്ഷൻ h. സോ h of 1 ആയിട്ട് 1 ന് എങ്ങനെ നമുക്ക് ഇമേജ് കൊടുക്കാം? h ലാണ് വേണ്ടത്. h of 1 എന്നുള്ള ഇതിനെ എടുക്കട്ടെ. h of 2 നേരത്തെ f(2) നെ എടുക്കട്ടെ. h of 3 f(3) നെ എടുക്കട്ടെ. ഇങ്ങനെ പോയിട്ട് പ്രശ്നം വരാവുന്നത് k യുടെ കേസാണ്. കാരണം f(k) എന്ന് പറയുന്നത് x ആയിരുന്നു, പക്ഷെ അത് നമ്മളുടെ ഏത് സെറ്റിൽ ഇല്ല? a-c ഇല്ല. അപ്പൊ kക്ക് ഇമേജ് ഡിഫൈൻ ചെയ്യാൻ പ്രശ്നം വരും. അത് വരെ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതുന്നു f of I തന്നെ ഇമേജ് for I is equal to 1, 2, 3 etc k-1. പക്ഷെ kക്ക് ഇമേജ് കൊടുക്കണ്ടേ? അപ്പൊ kക്ക് ഏത് ഇമേജ് കൊടുക്കാം? ഇവിടെ ഒരു f of k+1 ഉണ്ടാവുമല്ലോ. അതിനെ k യുടെ ഇമേജ് ആയിട്ട് അണ്ടർ ദ ഫംഗ്ഷൻ h നമുക്ക് കൊടുക്കും. k യുടെ ഇമേജ് അണ്ടർ ദ ഫംഗ്ഷൻ f ആരായിരുന്നു? x ആയിരുന്നു. ഇവിടെ k യുടെ ഇമേജ് ആയിട്ട് ഞാൻ അതായത് I യുടെ വാല്യൂ k ആവുന്ന സമയത്ത് ഇമേജ് ഞാൻ എടുക്കുന്നു f of, എനിക്ക് വേണ്ടത് k+1 ആണ്. I യുടെ വാല്യൂ k ആവുമ്പോ I+1. ഇനി k+1 ഇമേജോ f of k+2. ഇങ്ങനെ പോയിട്ട് m-1 ഇമേജോ f of m-1+1, അതായത് f of m. അപ്പൊ ഇവിടെയുള്ള ഒരാളെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു പോയി. ഒരാൾക്ക് ഒരു ഇമേജ് തന്നെയേ വരുന്നുള്ളൂ, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1, 1 and 1, 2 ആണ്. അപ്പൊ ഇതോടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. k യുടെ ഇമേജ് f of k+1, k+1 ഇമേജ് f of k+2, ഇങ്ങനെ പോയിട്ട് m-1 ഇമേജ് f of m-1+1 അല്ലെങ്കിൽ f of m. Clearly h is a bijection from എവിടെ അങ്ങോട്ടാ n m-1 on to ഏത് സെറ്റാണ്? a-c. Therefore a-c has m-1 elements. ഇതിൽ h മനസ്സിലാക്കാൻ നിങ്ങൾ ഇങ്ങനെ ഇതും കൂടെ ഒന്ന് ചിന്തിക്കും. നിങ്ങൾ എന്തോ ഒരു ഫംഗ്ഷൻ വേണ്ടി ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ടോട്ടൽ 20 ഉണ്ടാകുമ്പോൾ, പക്ഷെ അതിൽ ഒരാൾക്ക് ഈ 11ാമത്തെ സ്ഥാനത്തുള്ള ആൾക്ക് ഐഡന്റിറ്റി കാർഡ് ഇല്ല. അപ്പൊ അയാളെ ആ ലൈൻ നമ്മൾ ഒഴിവാക്കി. അപ്പൊ ബാക്കി ഉള്ളവര് പുതിയ ലൈനിങ് ആണ്, പുതിയ നമ്പറിംഗ് ആണ്. ആ നമ്പറിംഗ് വരുമ്പോൾ ടോട്ടൽ 19 ഉണ്ടാവുള്ളൂ. ആ 19ല് പുതിയ നമ്പറിംഗ് വരുമ്പോൾ 1, 2, 3 എക്സെട്ര 10 വരെയുള്ള ആളുകൾക്ക് പഴയ നമ്പറിംഗ് തന്നെയാണ്. പക്ഷെ ഇപ്പോഴത്തെ നമ്പറിംഗിൽ 11 വരുന്നത് പഴയ നമ്പറിംഗില് നമ്പർ 12 ആയി. ഇപ്പോഴത്തെ നമ്പറിംഗിൽ 12 വരുന്നത് പഴയ നമ്പറിംഗില് 13 ആയി. ഇതാണ് ഇതിന്റെ അകത്ത് ഈ h എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നതിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യം. നോക്കാം രണ്ടാമത്തെ. സപ്പോസ് s and t are two sets and t is a subset of s. t s നേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ if s is finite, വലിയ സെറ്റ് തന്നെ ഫൈനൈറ്റ് ആണെങ്കിൽ ഷുവർ ആയിരിക്കും അതിനേക്കാൾ ചെറിയ സെറ്റ് ആയിട്ടുള്ള ടിയും ഫൈനൈറ്റ് ആയിരിക്കും. ഇനി നേരെ തിരിച്ച്
if t is infinite, ഈ ചെറിയ സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ അതിനേക്കാൾ വലുതല്ലേ എസ്, അതിനേക്കാൾ കൂടുതൽ എലമെന്റ്സ് ഉണ്ടാവില്ലേ, അപ്പൊ അത് എസ് എന്ത് തന്നെയായിരിക്കും, ഇൻഫൈനൈറ്റ് സെറ്റ് ആയി. അപ്പൊ ശരിക്കും ഈ എയുടെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്, ബി. അപ്പൊ അതുകൊണ്ട് തന്നെ എ ട്രൂ ആണെങ്കിൽ ബിയും ട്രൂ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആകെ പ്രൂവ് ചെയ്യേണ്ടത് എ മാത്രമാണ്. Suppose T subset of S and S is finite. T S ന്റെ സബ്സെറ്റ് ആണ്, S എന്തുമാണ്, ഫൈനൈറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം ടിയും എന്തായിരിക്കും എന്ന്, ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. എന്താ ഫൈനൈറ്റ് സെറ്റ്? സെറ്റ് എംടിയോ അല്ലെങ്കിൽ containing exactly n elements. Exactly n elements എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 3 etc n എന്ന് ഒരു ബൈജക്ഷനോ ഉണ്ടെങ്കിൽ ആ സെറ്റ് ഏതാണ്, ഫൈനൈറ്റ് സെറ്റ് ആണ്. ടി എന്ന് പറയുന്ന എസ് ന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ എസ് ന്റെ സബ്സെറ്റുകൾ കുറെ സബ്സെറ്റുകൾ പോസിബിൾ ആണ്. അതിലൊരു സബ്സെറ്റ് ആണ് ഏത്, നൾ സെറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ if t is null set, then by definition t is finite. t അഥവാ null set ആണെങ്കിൽ t finite ആണ്. അപ്പൊ നമ്മളുടെ അസംഷനിൽ s ഫൈനൈറ്റ് ആണ്, s is finite, അതിന്റെ ഒരു സബ്സെറ്റ് ആണ് t. അതിന്റെ സബ്സെറ്റുകൾ പലതുണ്ട്. അതിൽ ടി എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിട്ടുള്ള സബ്സെറ്റ് ആണെങ്കിൽ തീർച്ചയായും ഫൈനൈറ്റ് സെറ്റിന്റെ ഡെഫിനിഷൻ പ്രകാരം ടി എന്താണ്, ഫൈനൈറ്റ് ആണ്. ഇഫ് ടി is non empty subset of, അപ്പോൾ ഇവിടെ എസ് ഫൈനൈറ്റ് ആണ്, ടി അതിന്റെ നോൺ empty subset of S ആണ്. Now we prove the result by principle of mathematical induction on number of elements in S. ഇത് entirely different proof ആണ്. നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. ഏതിന്റെ മുകളിൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത്, എസിലെ നമ്പർ ഓഫ് എലമെന്റ്സിന് മുകളിൽ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യും. ഇൻഡക്ഷന്റെ മെത്തേഡ് പ്രകാരം നമ്മൾ ഈ റിസൾട്ട് 1ന് പ്രൂവ് ചെയ്യും, കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. 1ന് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എസില് ഓൺലി 1 എലമെന്റ് ഉണ്ടാവുന്ന കേസിൽ നമ്മൾ പ്രൂവ് ചെയ്യും ടി ഈസ് ഫൈനൈറ്റ്. കെക്ക് അസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ എസിൽ കെ എലമെന്റ്സ് ഉണ്ടാവുന്ന കേസിൽ അതിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ടി ഏതാണെന്ന് അസ്യൂം ചെയ്യും, ഫൈനൈറ്റ്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യും എസിൽ അഥവാ k+1 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ടിയും എന്ത് തന്നെയാണ്, ഫൈനൈറ്റ്. If S contains only one element, then T is a non-empty subset of S. ആ ഒരു എലമെന്റ് ഉള്ളൂ. ഒരു എലമെന്റ് ഉള്ള സെറ്റിന് രണ്ട് സബ്സെറ്റുകളെ പോസിബിൾ ആയിട്ടുള്ളൂ. അത് ഒന്ന് എംപ്റ്റി സെറ്റ് ആണ്, ഒന്ന് അതേ സെറ്റ് ആണ്. അപ്പൊ ടി is a non-empty subset of S എന്ന് പറഞ്ഞാൽ ടി ആര് തന്നെയായി, എസ് തന്നെയായി. Then T is equal to S. Therefore, T is finite. അപ്പോൾ നമ്മളെ
P of 1 is true എന്നുള്ള കേസ് ഓക്കെ. രണ്ടാമത്തെ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യും if S has k elements then its subset T is finite. അല്ലെങ്കിൽ k എലമെന്റ്സ് ഉള്ള സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളും ഫൈനൈറ്റ്. ആ രീതിയിൽ തന്നെ അത് ഡീൽ ചെയ്യേണ്ടത്. ഇവിടെ എസ് എന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. k എലമെന്റ്സ് ഉള്ള സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളും ഏതാണ്? ഫൈനൈറ്റ് ആണ്. ഇനി ഇതേ റിസൾട്ട് നമ്മൾ ഏതിന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ 1 എലമെന്റ് ഉള്ള സെറ്റിന്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് ടി ഫൈനൈറ്റ് ആണെന്ന് എടുത്തു, പ്രൂവ് ചെയ്തു. അസ്യൂം ചെയ്തു k എലമെന്റ്സ് ഉള്ള സെറ്റിന്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് ടി എന്താണ്? ഫൈനൈറ്റ് ആണ് അസ്യൂം ചെയ്തു. തേർഡ് പാർട്ടില് if S has k plus 1 elements, S ൽ k plus 1 elements ഉണ്ട് and T is a non-empty subset of S. S ൽ k plus 1 elements ഉണ്ട്, T അതിന്റെ non-empty subset ആണ്. നമുക്ക് പ്രൂവ് ചെയ്യണം T ഫൈനൈറ്റ് ആണ്. Then there is a bijection F from n k plus 1 on to S. കാരണം S ല് k plus 1 എലമെന്റ്സ് ആയതുകൊണ്ട് നമ്മളെ ഡെഫിനിഷൻ പ്രകാരം n k plus 1 ഇതിലേക്ക് എന്തുണ്ടാവണം? ഒരു ബൈജക്ഷൻ ഉണ്ടാവണം. So elements of S are നമുക്ക് ഇങ്ങനെ വേണേൽ ലിഫ്റ്റ് ചെയ്യാം. f of 1, f of 2 ഇങ്ങനെ പോയിട്ട് f of k plus 1. എന്നിട്ട് ഞാൻ ആ f of k plus 1 പിടിക്കും. ഇതൊക്കെ ഏതിൽ എലമെന്റ്സ് ആ? ഇതൊക്കെയും S ൽ എലമെന്റ്സ് ആണ്. S ന്റെ സബ്സെറ്റ് ആണ് ഇത് T. f of k plus 1 ഞാൻ പിടിക്കുന്നു. ഈ f of k plus 1 T S ന്റെ സബ്സെറ്റ് അല്ലേ? ചിലപ്പോ ഏതിലുണ്ടാവും? T യിലുണ്ടാവും. ചിലപ്പോ ഏതിലുണ്ടാവില്ല? T യിലുണ്ടാവില്ല. രണ്ട് പോസിബിലിറ്റി. If f of k plus 1 does not belongs to T, T യിലില്ല. S ഇതാണ് ഫസ്റ്റ് കേസ്. f of 1, f of 2 ഇങ്ങനെ പോയിട്ട് ഇത് T ആണ്. f of k plus 1 എന്ന് പറയുന്നത് T ന്റെ പുറത്താണ്. Then T is a subset of S minus set f of k plus 1. അപ്പൊ ഈ S ന്റെ അകത്ത് ഞാൻ ഒരാളെ ഒഴിവാക്കുക, ഒറ്റടാ. അതിന്റെ സബ്സെറ്റ് ആയിട്ട് വരും ഏത്? T. നമുക്ക് വേണമെങ്കിൽ അതിനെ S ഡാഷ് ഇങ്ങനെ വല്ല പേരും വിളിക്കാം. ഇപ്പൊ S ഡാഷിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഒരാൾ ഒഴിവാക്കി S എന്ന്. അപ്പൊ k എലമെന്റ്സ് ആണ്. So S dash is a set containing k elements and T is a non-empty subset of S dash. നമ്മുടെ assumption പ്രകാരം, second condition പ്രകാരം, induction hypothesis പ്രകാരം every non-empty subset of a set containing k elements is finite. അപ്പൊ ഇവിടെ S ഡാഷിൽ k എലമെന്റ്സേ ഉള്ളൂ. T ഏതിന്റെ സബ്സെറ്റ് ആയി? S ഡാഷിന്റെ സബ്സെറ്റ് ആയി. അതുകൊണ്ട് T എന്തായി? ഫൈനൈറ്റ് ആയി. So by induction hypothesis T is finite. ഒന്നുകൂടെ വിശദമാക്കാം. വേണമെങ്കിൽ നിങ്ങൾ ഒരു ലൈൻ കൂടെ അവിടെ എഴുതിക്കോളൂ. S മൈനസ് S ൽ k plus 1 എലമെന്റ്സ് ആ. അപ്പൊ ഈ സെറ്റില് k എലമെന്റ്സേ ഉള്ളൂ. k എലമെന്റ്സ് ഉള്ള സെറ്റിന്റെ സബ്സെറ്റ് ആയി T
അപ്പൊ നമ്മൾ ഹൈപ്പോത്തസിസ് പ്രകാരം ടി എന്തായി? ഫൈനൈറ്റ്. ഇനി അടുത്ത കേസ്, ഇഫ് എഫ് ഓഫ് കെ പ്ലസ് 1 ബിലോങ്സ് ടു ടി. ഇനി എഫ് ഓഫ് കെ പ്ലസ് 1 ടിയിൽ ഉണ്ടെങ്കിൽ വിത്ത് എസ് എഫ് ഓഫ് 1 ഉണ്ട്, എഫ് ഓഫ് 2 ഉണ്ട്. ഇങ്ങനെ സപ്പോസ് എഫ് ഓഫ് കെ പ്ലസ് 1 ഇവിടെയാണ്, അത് ടിയിലുള്ളതാണ്. എസ് ഇത് ടി. അങ്ങനെയാണെങ്കിൽ ടി മൈനസ് എഫ് ഓഫ് കെ പ്ലസ് 1, ഇപ്പൊ ഞാനൊരു സെറ്റ് കൺസിഡർ ചെയ്യാണ്. ടി മൈനസ് സെറ്റ് എഫ് ഓഫ് കെ പ്ലസ് 1 ഈസ് എ സബ്സെറ്റ് ഓഫ് ഈ എഫ് ഓഫ് കെ പ്ലസ് 1 രണ്ടും നമ്മൾ ഒഴിവാക്കിയാണ്. എസ് മൈനസ് എഫ് ഓഫ് കെ പ്ലസ് 1. എസിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? കെ പ്ലസ് 1. ഒരാൾ ഒഴിവാക്കിയല്ലോ. അപ്പൊ ഈ സെറ്റിൽ എത്ര എലമെന്റ്സാ? കെ എലമെന്റ്സ്. അതിന്റെ സബ്സെറ്റ് അല്ലേ ഇത്? സോ അഗൈൻ ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് ദിസ് ഈസ് ഫൈനൈറ്റ്. സോ ബൈ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് T minus set f of k plus 1 is finite. ഇവിടെ എഴുതാം ഒരു ലൈനും കൂടെ. S minus f of k plus 1 contains k elements. So by induction hypothesis, this is finite. നമുക്ക് വേണ്ടത് t finite ആണെന്ന് കിട്ടുകയാണ്. Now t is equal to t minus set f of k plus 1 union the set f of k plus 1. ഇത് ഫൈനൈറ്റ് ആണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞു ഇതിൽ ഒരേ ഒരു എലമെന്റേ ഉള്ളൂ. സോ അഗൈൻ ഫൈനൈറ്റ് ആണ്. അതിന്റെ യൂണിയനും ഫൈനൈറ്റ് ആണ്. കാരണം തൊട്ടുള്ള തിയറത്തിൽ നമ്മൾ പറഞ്ഞു if A contains m elements, B contains n elements, A union B contains m plus n elements എന്നൊരു ബൈജക്ഷനോട് ഡിഫൈൻ ചെയ്തു. അതിന്റെ അർത്ഥം A union B is finite. അപ്പൊ ഇത് ഫൈനൈറ്റ്, ഇത് ഫൈനൈറ്റ്, അതുകൊണ്ട് ടിയും എന്ത് തന്നെയാണ്? therefore T is finite. എവിടുന്നാ തുടങ്ങിയത്? മൂന്നാമത്തെ കേസാ സ്റ്റാർട്ട് ചെയ്തത്. S contains k plus 1 elements, then there is a bijection f from n k plus 1 on to S. अब S elements ने इങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അതിൽ ഒരാളെ പിടിച്ചു f of k plus 1. ആ f of k plus 1 t യിൽ ഉണ്ടാവാം, t യിൽ ഇല്ലാതിരിക്കാം. അഥവാ t യിൽ ഇല്ലെങ്കിൽ നമ്മൾ t ഫൈനൈറ്റ് കിട്ടി. ഇനി f of k plus 1 t യിൽ ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് t ഏതെന്ന് കിട്ടി? ഫൈനൈറ്റ് കിട്ടി. അപ്പൊ രണ്ട് കേസ് വന്നാലും ടി ഏതാണ്? ഫൈനൈറ്റ് ആണ്. ടി ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എസ് കണ്ടെയ്നിങ് കെ പ്ലസ് 1 എലമെന്റ്സ്. അപ്പൊ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത് ശരിക്ക് എസിൽ ഓൺലി 1 എലമെന്റ് ഉള്ളപ്പോ അതിന്റെ സബ്സെറ്റ് ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. എസിൽ കെ എലമെന്റ്സ് ഉണ്ടാവുന്ന കേസിൽ അതിന്റെ സബ്സെറ്റുകളൊക്കെ ഫൈനൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് എസ് കണ്ടെയ്ൻസ് കെ പ്ലസ് 1 എലമെന്റ്സ്, അപ്പോൾ ആ കേസിലും അതിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള ടി ഫൈനൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. സോ പി ഓഫ് 1 is true, P of k is true എന്ന് assume ചെയ്തു, and P of k plus 1 is true എന്ന് prove ചെയ്തു. So by PMI, principle of mathematical induction, the result is true for all n. എന്തായിരുന്നു റിസൾട്ട്? If S is a finite set, അതിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള T എന്ത് തന്നെയായിരിക്കും? ഫൈനൈറ്റ് സെറ്റ്. Now the second part direct എഴുതി വെച്ചാൽ മതി. എന്താണ്? Second part is a contrapositive statement of first part, so it is also true. The second part prove ചെയ്യാനില്ല, പക്ഷെ റിസൾട്ട് ഓർത്ത് വെക്കാം. T സബ്സെറ്റ് ഓഫ് S ആണെങ്കിൽ S ഫൈനൈറ്റ് ആണെങ്കിൽ T യും ഫൈനൈറ്റ് ആണ്. T ഇൻഫിനിറ്റ് ആണെങ്കിൽ S എന്തായേ മതിയാവുള്ളൂ? ഇൻഫൈനൈറ്റ് ആയേ മതിയാവുള്ളൂ. So ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഫൈനൈറ്റ് സെറ്റ് ആണ്. എപ്പോഴാണ് സെറ്റ് ഫൈനൈറ്റ് ആവുക?
if it is either empty or it has exactly n elements. എപ്പോഴും exactly n elements ഉണ്ടാവും if there is a bijection from the set 1 2 3 etc n2. That's it. Set finite അല്ലെങ്കിൽ അതിനെ infinite set എന്ന് വിളിക്കും.